സനാതനധർമ്മത്തെ അവഹേളിച്ച തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും പമ്പ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിച്ചതിലൂടെ പിണറായി സർക്കാർ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. രഹന ഫാത്തിമയെ ഉൾപ്പെടെ ശബരിമലയിലേക്ക് എത്തിച്ച് തകർക്കാൻ നടത്തിയ ആസൂത്രിത ശ്രമത്തിൻ്റെ രണ്ടാം ഘട്ടമാണിത്. ഹിന്ദു വിശ്വാസത്തെ പരസ്യമായി അവഹേളിച്ച നേതാക്കൾ വിശ്വാസികളോട് പരസ്യമായി മാപ്പ് പറയണം. അല്ലാത്തപക്ഷം പിണറായി വിജയനെയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും തടയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്തുകൊണ്ട് ഈ ശബരിമലയെ അട്ടിമറിക്കാൻ പിണറായി വിജയൻ സർക്കാരും CPM പരിശ്രമിച്ചു. പക്ഷേ ഭക്തജനങ്ങളുടെ വളരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തെയും പ്രക്ഷോഭത്തിൻ്റെയും ഭാഗമായി അതിന് പിന്തിരിയേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും ഈ ആഗോള ഭക്തജന സംഗമം സംഘടിപ്പിച്ച് ഈ സ്റ്റാലിനെയും മകൻ ഉദയനിധി സ്റ്റാലിനെയും പങ്കെടുപ്പിക്കുക വഴി ശബരിമലയെ തകർക്കാൻ വീണ്ടും ശ്രമം പിണറായി സർക്കാരും CPM ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹിന്ദു സമൂഹത്തെ പരസ്യമായി അപമാനിച്ച അവഹേളിച്ച സനാതനധർമ്മത്തെ ഇത്രമാത്രം സമൂഹ മധ്യത്തിൽ അപമാനിച്ച ഈ സ്റ്റാലിനെ കൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ ഭക്തജന സംഗമം ഉദ്ഘാടനം ചെയ്യിക്കണമെന്നുള്ള പിണറായി വിജയൻ്റെ വാശി, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ശബരിമലയെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കരുതാൻ. ഇതിനെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ഈ നേരത്തെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചത് പിണറായി വിജയനാണ്. രഹന ഫാത്തിമയെ പോലുള്ള അവിശ്വാസികളെ പോലീസ് സംരക്ഷണത്തിൽ ശബരിമലയിലേക്ക് അയക്കാൻ തയ്യാറായിട്ടുള്ള പിണറായി വിജയൻ വീണ്ടും ഈ സ്റ്റാലിനെയും അതുപോലെ ഉദയനിധി സ്റ്റാലിനെയും ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ശ്രമം തുടരുകയാണ്. അവർ ഈ സനാതനധർമ്മത്തെ തള്ളിപ്പറഞ്ഞതിന് പരസ്യമായി മാപ്പ് ചോദിക്കണം. ഇതേവരെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതിന് പിണറായി വിജയന് മാപ്പ് പറയണം. ഇവർ മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ ആഗോള അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് ധാർമ്മികമായ അവകാശമുള്ളൂ, പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇവരെ ജനാധിപത്യ രീതിയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തടയാൻ ഭാരതീയ ജനതാ പാർട്ടി നിർബന്ധിതമാകും. ഹിന്ദുമത വിശ്വാസത്തോടൊപ്പം അയ്യപ്പ ഭക്തജനങ്ങളോടൊപ്പം നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും.